നമ്മുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്കുകളുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഏകദേശം 70,000 മുതൽ 7 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കായിട്ട് നവംബർ മാസം വന്നിട്ടുള്ളത്. ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണെങ്കിൽ കൂടി എല്ലാം തന്നെ ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് ഷോറൂമിൽ ഇതുപോലെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ട് വാഹനം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഷോറൂം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലക്കുടി, അതായത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള പോപ്പുലർ ട്രൂവലെ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. മാക്സിമം 7 ലക്ഷം രൂപ, അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൈസ് പോകുന്ന ഒരു വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ സ്റ്റോക്കില്ല. എല്ലാം ചെറുവാഹനങ്ങളാണ്, സാധാരണക്കാർ തരുന്ന വാഹനങ്ങളാണ്. ഇവിടുന്ന് മാരുതി സർട്ടിഫൈഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ 6 മാസം മുതൽ 1 വർഷം വരെ വാറന്റി നൽകുന്നുണ്ട്. മാരുതി വാഹനങ്ങളാണെങ്കിൽ 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. ഈ മാസം ഏകദേശം 25ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും മാക്സിമം കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. കാരണം പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു വലിയ ടീമിന്റെ ഒരു വലിയ ഷോറൂമാണ്. എല്ലാത്തരം വാഹനങ്ങളും ഇവിടെ സ്റ്റോക്കിലുണ്ടാവും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഷോറിന്റെ കറക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മാക്സിന്റെ ഒക്കെ തൊട്ടടുത്താണ് ഈ ഷോറൂം ഉള്ളത്. വീട് നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് 2007 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ LX വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. LPG അതുപോലെ തന്നെ പെട്രോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,25,000 രൂപയാണ്. ഈ വാഹനത്തിന് ഈ ഒരു മാസം എടുക്കുകയാണെങ്കിൽ മാക്സിമം ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. VX ആണ് വേരിയന്റ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. വെറും 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളെല്ലാം കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,25,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. എത്ര ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറന്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 2016 മോഡൽ വാഗനർ ആണ്. VX ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1 ഇയർ വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 4,25,000 രൂപയാണ്. ഇതിന് നമുക്ക് 25,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി, ബാക്കി ലോൺ ചെയ്ത് പോകാം. ഇത് 2018 മോഡൽ വാഗനർ ആണ്. VX ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. അത് രണ്ടും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 66,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, നല്ല ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 70% ടയേഴ്സും കാര്യങ്ങളുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ 1 ഇയർ വാറന്റി ഈ വാഹനത്തിനുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,45,000 രൂപയാണ്. ഇതിൽ ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2006 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. LX ആണ് വേരിയന്റ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് വാഹനം ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നാണ് ഈ കിടക്കുന്ന ഷെവർലെയുടെ ബീറ്റ് എന്ന വാഹനം. ഇത് 2012 മോഡൽ ഷെവർലെ BT LT ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, കണ്ടീഷൻ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. വേറെ മേജർ കംപ്ലൈന്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ പേരിൽ തന്നെ ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,45,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിലവിലെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഒരു മീഡിയം ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങളൊന്നാണ് ഹ്യുണ്ടായിയുടെ ഇയോൺ എന്ന് പറയുന്ന വാഹനം. 2018 മോഡലിൽ ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. മാഗ്നയാണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവൽ ആണ്. 64,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറന്റിയും ഇവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,70,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തായി. 1 ഇയർ വാറന്റി ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് 2016 മോഡൽ ഹ്യുണ്ടായിയുടെ ഐട്ടൺ എന്ന് പറയുന്ന വാഹനമാണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് വേരിയന്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാണാൻ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ പുതിയ ടയറാണ്. പുറകിലത്തെ കണ്ടീഷൻ ടയറാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,10,000 രൂപയാണ്. മാക്സിമം നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ലോൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോയാണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. ഇത് 2012 മോഡലിലെ ഹ്യുണ്ടായിയുടെ ഇയോൺ എന്ന വാഹനമാണ്. എറ പ്ലസ് ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 45,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയേഴ്സും ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,80,000 രൂപയാണ്. മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഇതിന് ലോണും അവൈലബിൾ ആണ്. അവങ്ങൾക്ക് വേണ്ടി മാത്രം ടാറ്റ കമ്പനി പുറത്തിറക്കിയുള്ള വാഹനമാണ് ടാറ്റയുടെ നാനോ എന്ന് പറയുന്ന വാഹനം. നല്ല ക്വാളിറ്റി വാഹനം, കണ്ടീഷൻ വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2015 മോഡലിൽ ടാറ്റ നാനോ ടിസ്റ്റ് XT എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വേരിയന്റ് ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 53,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം മൈലേജും കാണാൻ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,20,000 രൂപ മാത്രമാണ്. ഇത് 2011 മോഡലിൽ ഉണ്ടായുടെ ഐറ്റനാണ്. 1.2 അതായത് 1200 cc പെട്രോൾ മാനുവലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ, കോളേജിലെ സീറ്റ് കവേഴ്സ്, അതുപോലെ സെൻട്രലിലൊക്കെ കണ്ടീഷൻ ടയേഴ്സും കാണാനും വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇഷ്യൂസും കാണാനൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 1,60,000 രൂപയാണ്. മാക്സിമം നമുക്ക് ലോൺ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ 2012 മോഡലിലാണ് ലോണും കാര്യങ്ങൾ ചെയ്തു തരിക. കണ്ടീഷൻ വാഹനമായതുകൊണ്ട് തന്നെ 2011 മോഡലായിട്ട് പോലും ഈ വാഹനത്തിന് ലോൺ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ZXi വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാണാനൊക്കെ ഉണ്ട്. ഈ ZXi എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രലിലൊക്കെ, അതുപോലെ തന്നെ അലോയ് വീല്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി സ്വിഫ്റ്റ് ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,45,000 രൂപയാണ്. ഇതിൽ ഒരു 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 6 ലക്ഷം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്ന വാഹനമാണ്. VXi ഓപ്ഷനിലാണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 78,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് CNG ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് നോക്കുന്നവർക്ക് CNG യൂസ് ചെയ്യാം, പെട്രോൾ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വാഹനം തന്നെയാണ്. കമ്പനി സർവീസും കാണാൻ VXi ഓപ്ഷനിൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രലിലൊക്കെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ് കാണാനൊക്കെ വരുന്ന വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാക്സിമം ലോണും ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. 2020 മോഡലും 21 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1000 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വെറും 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിൽ VXi വേരിയന്റ് ആയതുകൊണ്ട് 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് സെന്ററിൽ നമുക്ക് പോകാനും കഴിയും. വാഹനത്തിൽ ചോദിക്കുന്ന പ്രൈസ് 4,90,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇത് 2012 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന വാഹനമാണ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 75,000 കിലോമീറ്റർ ആണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXiയിൽ വരുന്നുണ്ട്. അതായത് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ അലോയ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,20,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഫുൾ ലോൺ കിട്ടുന്ന വാഹനങ്ങൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട്. ഇപ്പോഴും ഇൻബോക്സിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഫുൾ ലോണിൽ നല്ല ക്വാളിറ്റി കണ്ടീഷൻ വാഹനങ്ങൾ ഉണ്ടോന്ന്. അപ്പോൾ അവർക്ക് പറ്റിയൊരു വാഹനമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് 2020 മോഡലിൽ ടാറ്റ കമ്പനിയുടെ അൾട്രോസ് എന്ന വാഹനമാണ്. XZ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1200 cc വരുന്ന പെട്രോൾ മാനുവലാണ്. 85,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4,70,000 രൂപ മാത്രമാണ്. ഇത് ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ലോൺ, അതായത് 100% ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാലും മാത്രം മതി. 2009 മോഡൽ മാരുതി സുസുക്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ്. VXi ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 89,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. VXi എന്ന് പറയുമ്പോൾ 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,30,000 രൂപയാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഡിസയർ
ആണ്. ZX എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പ് എൻ്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 74,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, അലോയ് വീല്, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 1 ഇയർ വാറണ്ടിയും ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,50,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ലൊക്കേഷൻ വരുന്ന ചാലക്കുടി പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമാണ്. ഏകദേശം ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോ.